നമസ്കാരം. നമ്മൾ ഗോകുലം ഗ്രാൻഡ് തിരുവനന്തപുരത്താണ്. മൈ പ്ലേസ് ഓൾ ഡേ ഡൈനിങ്ങിൽ ഒരു സുറിയാനി ഫെസ്റ്റ് നടക്കുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ സുറിയാനി കിച്ചൺ ഫെസ്റ്റ് നമുക്ക് ഇവിടെ അവർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ സുറിയാനി ഫെസ്റ്റിന് നമുക്ക് പാൽക്കപ്പ, പിടിയും കോഴിയും, താറാവ്, മപ്പാസ്, മീൻ വറ്റിച്ചത്, മീൻ പൊരിച്ചത്, അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. അപ്പോൾ വളരെ മനോഹരമായ ഒരു സുറിയാനി ഫെസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തൊക്കെ ഇവിടെയാണ് കൂടുതൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സാണ്. ചിക്കൻ 65. ചിക്കൻ 65 ഉണ്ട്. അതുപോലെ ഫിഷ് കട്ട്ലേറ്റ് ഉണ്ട്. സാലഡ്സ് ഉണ്ട്. അതായത് സ്പൈസി എഗ് സാലഡ്, ഗ്രീൻ ചിക്കൻ സാലഡ്, വെജിറ്റേറിയൻ സാലഡ്സ് ഉണ്ട്, പൈനാപ്പിൾ സാലഡ്, റെയിൻബോ സാലഡ്, അങ്ങനെ കുറേ വ്യത്യസ്തമായ സാലഡ്സ് ഉണ്ട്. അപ്പുറത്തെ വശത്ത് നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് അപ്പുറത്തെ വശത്ത് നോക്കാം. പിക്കിൾസ്, ബ്രെഡ്സ്, ക്രോയിസോൺസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ബ്രെഡ്സ്, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷന്. ടൊമാറ്റോ മല്ലിരസം സൂപ്പാണ് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആട്ടുകാൽ മുളക് സൂപ്പ്. അപ്പോൾ അത് കൊള്ളാം. ഒരു വെജിനാണ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് കടലക്കറി, പുട്ടും കടലക്കറിയും കേട്ടോ. പുട്ട് മിസ് ചെയ്യരുത്. പുട്ട് കണ്ട പുട്ട് അവിടെയുണ്ട്. പുട്ടും കടലക്കറി. ഇത് നമുക്ക് വേണ്ടത് അപ്പവും നെയ്ച്ചോറുണ്ട്. ഇതെന്താണ് വെജിറ്റബിൾ പുലാവ്. പിന്നെ പ്ലെയിൻ റൈസ്. ഓക്കെ, ഇതും റൈസ്. നമ്മുടെ ഇപ്പം നമുക്ക് ചൂടോടെ പിസ്സ കഴിക്കണമെങ്കിൽ എത്ര തരം ഇവിടെ ഏതൊക്കെ പിസ്സ ഉണ്ട്? എല്ലാ പിസ്സ നോൺ വെജ് ഉണ്ട്. ഏതെങ്കിലും ഉണ്ടോ? ടൈപ്പ് ഓഫ് പിസ്സ ഉണ്ടോ? അതല്ലെങ്കിൽ ഓക്കെ, ഡെയിലി വൺ ചെയ്തു. അത് നിങ്ങൾ ഏതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഏത് പിസ്സയാണിത് അറിയാം? മാർഗരീറ്റ പിസ്സ, ചിക്കൻ ടിക്ക പിസ്സ. അപ്പോൾ ഇതാണ് ഡെയിലി അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പപ്പടം നിറച്ചത്, അത് കൊള്ളാം. ഇതിനകത്ത് എന്താ മധുരമാണ്? സ്റ്റഫ്ഡ് ആവൽ. ഓക്കെ, അപ്പം ഇത് നമുക്ക് ദാൽ ടമാറ്റർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പന്നീർ മക്കനി. ഓക്കെ, ഇതുള്ളത് ഗ്രീൻ താലി വെജ് തായ് കുക്കിംഗ് അല്ലേ? ഓക്കെ, ഇതെന്താണോ ഇത് നമുക്ക് വേണ്ടത്? മീൻ കല്ലിൽ പൊള്ളിച്ചത്. വെരി ഗുഡ്. പിന്നുള്ളത് ഹക്ക നൂഡിൽസ് ഉണ്ട്. പിന്നെ ഇത് പാസ്ത, പിന്നെ അൽഫ്രെഡോ പാസ്ത ഉണ്ട്. തീയലല്ലേ? ഇത് തീയലല്ലേ? ചേന മെഴുക്കുവരട്ടി. അപ്പോൾ ഇതാണ് പിടി. പിടിയുടെ കൂടെ നമ്മൾ എന്താണ് പറയണത്? റൈസ്. പിടിയുടെ കൂടെ എന്ത് കിട്ടിട്ട് പിടി കഴിക്കണം? റൈസ് ഡംപ്ലിങ്സ് അല്ലേ? കോക്കനട്ട് മിൽക്ക്. ഓൾറൈറ്റ്. അതിൻ്റെ കൂടെ നമുക്ക് നാടൻ കോഴിക്കറി. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. നാടൻ കോഴിക്കറിയും പിടിയും അല്ലേ? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എനിക്ക് നല്ല അടിപൊളി മണം കേട്ടോ. നാടൻ കോഴിക്കറി, നമ്മുടെ കേരളത്തിൻ്റെ ആയിട്ടുള്ള വറ്റൽ മുളകൊക്കെ ഇട്ട് അടിപൊളി നല്ല തിക്ക് ഗ്രേവി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻകറേജ് ആയിട്ട് തോന്നുന്നു. അടുത്തത് കോട്ടയം ഫിഷ് കറി. അതും നല്ല അടിപൊളി, നല്ല ഒന്നാന്തരം കോട്ടയം ഫിഷ് കറി കാണുന്നു. ഇവനാണ് വെടിക്കെട്ട് സാധനം. താറാവ് മപ്പാസ്. മട്ടൺ സ്റ്റൂ വന്നിട്ടുണ്ട്. എനിക്ക് വയ്യ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് ഉലർത്തിയത്. അതില്ലാതെ എന്ത് സുറിയാനി കുസീൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പളം, പപ്പടം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ട്. ഡ്രൈ കേക്ക്സും വേണേൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഹോട്ട് ചോക്ലേറ്റ് സോസ്, അതാണ് ഹോട്ട് ചോക്ലേറ്റ്. ഇപ്പോൾ ഒരു ഫൗണ്ടനിൽ ഹോട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ട്. പിന്നെ 8 തരം ഐസ്ക്രീംസ് ഉണ്ട്. അപ്പം ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. പിന്നെ മാംഗോ മഹാലബ്യ, അസോർട്ടഡ് പേസ്ട്രി, ഫ്രൂട്ട് സാലഡ്. എനിക്ക് വയ്യ. ഫ്രൂട്ട് സാലഡ്, പിന്നെ ക്രഞ്ചി ചോക്ലേറ്റ്, അങ്ങനെ എല്ലാ ബേസിക്കലി ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ട്. അസോർട്ടഡ് ഇന്ത്യൻ സ്വീറ്റ്സ്. ക്യാരറ്റ് ഹൽവ. പിന്നെന്താണ് ഇതെന്താണ്? ഇളനീർ പുഡിങ്സ്. അടിപൊളി ഇളനീർ പുഡിംഗ് ആണ്. ഇവിടുത്തെ ഇത്രയും മനോഹരമായ ബുഫയ്ക്ക് റേറ്റ് 1699 പ്ലസ് ടാക്സസ് ആണ്. ഇന്ന് തുടങ്ങിയത് ഡിസംബർ 15 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് ദ മന്ത് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ പലർക്കും ഇത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇടമാണ് ഫാമിലിയായിട്ട് വരാനായിട്ട്. നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പിടി, കോഴിക്കറി, ഈ പറഞ്ഞ പോലെ മട്ടൺ സ്റ്റൂ, നമ്മുടെ ഡക്ക് മപ്പാസൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു എനിക്ക്. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ സൂപ്പ് കഴിച്ചു, അത് കാണിക്കുന്നില്ല.
അത് കഴിഞ്ഞ് ഞാൻ കോഴിയിലെയും പിടിക്കറിയിലേക്കും പോയി. കോഴി വറുത്തരച്ച കറിയാണെന്ന് തോന്നുന്നു, പിടിയുമായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മപ്പാസും പറഞ്ഞിട്ടുണ്ട്. മപ്പാസ് ഇപ്പോൾ വരും. അതും ഗ്രേവി ടേസ്റ്റ് ചെയ്യണം. അടിപൊളി. അടിപൊളി. നമ്മുടെ ഡക്ക് മപ്പാസും നമ്മുടെ കുട്ടിയുണ്ട്. എൻ്റെ അമ്മയുടെ പേര് അഞ്ജന കൊണ്ട് മപ്പാസും തന്നേക്കാണ്. മപ്പാസും അപ്പമായിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ കോഴിപ്പിടി ഞാനൊന്ന് കഴിച്ചു തുടങ്ങാൻ പോകാം കേട്ടോ. നല്ല കൊള്ളാം. എനിക്കൊന്ന് കുറച്ചും കൂടെ കോഴിപ്പിടി അല്ല, ഈ വറുത്തരച്ച ചിക്കൻ കറി കൊള്ളാൻ നല്ല അടിപൊളിയായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പമുണ്ട്, പുട്ടുണ്ട്, മട്ടൻ കറിയുണ്ട്, ഫിഷ് കറിയുണ്ട്, ബീഫുണ്ട്. ഞാൻ നോൺ വെജ് മാത്രം കുറച്ച് എടുത്തതേ ഉള്ളൂ. എന്നാലും ഇവിടെ വന്ന് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി. ഞാനിവിടെ പഴംപൊരി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇളനീർ പുഡിങ്ങും കഴിക്കാൻ മറക്കരുത്. എന്തായാലും ഞാൻ വന്ന് കഴിക്കാൻ തുടങ്ങി. ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. 30-ാം തീയതി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്മസ് ഇവിടെ വന്ന് അടിപൊളിയാക്കാം. റിസർവേഷന് വേണ്ടിയിട്ട് വിളിക്കുക. നല്ല അടിപൊളി മട്ടൺ സ്റ്റൂ, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അടിപൊളി ഡക്ക് മപ്പാസ്, ഫിഷ് കറി അടിപൊളി, പുട്ടും കടലയും അടിപൊളി. എനിക്ക് ഏറ്റവും ഇതും അടിപൊളിയായിട്ട് പപ്പടം ഈ പറഞ്ഞ നിറച്ചത് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഫീസ്റ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നോട്ട് ഡിസംബർ 15 തൊട്ട് തുടങ്ങിയിട്ട് എൻഡ് ഓഫ് ദ മന്ത് വരെ ഉണ്ട്. ഡിസംബർ 25-ന് ക്രിസ്മസ് ഡിന്നറും അടിപൊളിയാക്കുമെന്നാണ് ഇവിടുത്തെ ഷെഫ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്ന് നോക്കുക. ഗുഡ് ഫുഡ് എൻജോയ് ചെയ്യണം ഞാൻ. താങ്ക് യു.